എല്ലാവർക്കും PSC മെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നും നദികൾ എന്ന ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ്. നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയൊരു വാസ്റ്റ് ടോപ്പിക്കാണ് അല്ലേ? ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ച് തന്നെ പോകുന്നുണ്ട്. ഇന്ന് നമ്മൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ആ ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ത്യൻ ജോഗ്രഫിയിലെ നദികൾ എന്ന ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കാം. എൻ്റെ പേര് ഋതുനന്ദ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് എന്നുള്ളതാണ്. എന്താണ്? വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്താ? നമ്മുടെ വിന്ധ്യ സത്പുര നിരകൾ ഇങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ ഈ നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ആ നദി നർമ്മദയാണ്. അപ്പൊ എന്താണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം? നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത് നർമ്മദയാണ്. ആൻസർ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇവിടെ നമ്മൾ നോക്കി വെക്കേണ്ടത്, ഇങ്ങനെ വിന്ധ്യ സത്പുര നിരകൾ ഉണ്ടെങ്കിൽ ഈ നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. ഈ വിന്ധ്യ സത്പുര നിരകളുടെ താഴെ ഒഴുകുന്ന, അതായത് സത്പുരയിൽ നിന്നും വന്നിട്ട് താഴെ കൂടെ ഒഴുകുന്ന മറ്റൊരു നദിയാണ് എന്ത്? താപ്തി എന്ന് പറയുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് ഇത് ഇരിക്കുന്നത്. ഒരു സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി വെച്ച പോലെ എന്ന് ചിന്തിക്കുക. വിന്ധ്യ സത്പുര നിരകളുണ്ട്, അതിനിടയിലൂടെ നർമ്മദ, സത്പുര നിരയുടെ താഴെ കൂടി ഒഴുകുന്നതാണ് എന്ത്? താപ്തി നദി എന്ന് പറയുന്നത്. ഈ നർമ്മദ നമുക്ക് പരീക്ഷയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുള്ള ഒരു നദി തന്നെയാണ് നർമ്മദ എന്ന് പറയുന്നത്. ഒരുപാട് പ്രാധാന്യമുള്ള ഒരു നദി കൂടിയാണ്. ഓക്കെ, എന്തൊക്കെയാണ് നർമ്മദയുടെ മറ്റ് പ്രത്യേകതകൾ എന്നുള്ളത് കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കിപ്പോവാം. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ നദി ഏതാണ് എന്നുള്ളതാണ്. ഭ്രംശ താഴ്വര എന്ന് പറയുമ്പോൾ റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്നതാണ്. ഞാൻ പറഞ്ഞു, നർമ്മദയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത് എന്നുള്ളത് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും എന്തായിരിക്കും നമ്മുടെ ഉത്തരം? നർമ്മദ നദി തന്നെയായിരിക്കും. എന്താണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം? നർമ്മദ നദിയാണ് റിഫ്റ്റ് വാലിയിലൂടെ അല്ലെങ്കിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ നദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഞാൻ നേരത്തെ പറഞ്ഞു വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെയാണ് നർമ്മദ ഒഴുകി പോകുന്നത് അല്ലേ? അപ്പൊ ഈ ഒരു രീതിയിലാണ് നർമ്മദ ഒഴുകുന്നത്. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുക്കുകയാണെങ്കിൽ ദാ ഈ കാണുന്നതാണ് നർമ്മദ. ഇങ്ങനെ വിന്ധ്യ സത്പുര നിരകൾ ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ, വിന്ധ്യ സത്പുര നിരകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ നർമ്മദ ഇങ്ങനെ ഒഴുകുന്നു. അതിന്റെ താഴെ കൂടെയാണ് നമ്മുടെ താപ്തി നദി ഒഴുകി പോകുന്നത്. ഓക്കെ, നർമ്മദയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ പ്രധാന കാര്യങ്ങളാണ് നോക്കാനുള്ളത്? ആദ്യമായിട്ട് നർമ്മദയുടെ ഉത്ഭവം എവിടെയാണ് എന്നുള്ളതാണ്. എവിടെയാണ്? മൈക്കല നിരകളാണ് അല്ലെ? മൈക്കല നിരകളിലൂടെ ഉത്ഭവിക്കുന്ന മൈക്കല നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നമ്മുടെ നർമ്മദ എന്ന് പറയുന്നത്. ഓക്കെ, ഉപദ്വീപീയ നദികളില് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. എന്താണ്? പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി. ഞാൻ നേരത്തെ ആ മാപ്പ് കാണിച്ചപ്പോഴത്തേക്കിനും കാണിച്ചു അല്ലെ? പടിഞ്ഞാറോട്ട് ഈ ഭാഗത്തേക്കാണ് ഒഴുകി വരുന്നത്. നമ്മുടെ അറബിക്കടലൊക്കെയുള്ള കേരളമൊക്കെയുള്ള ഇങ്ങേ സൈഡിലേക്കാണ് ഒഴുകി വരുന്നത്. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറോട്ടാണ് ഒഴുകി വരുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം നോക്കണം. എന്താ പറഞ്ഞേ? ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി. അപ്പൊ മൊത്തത്തിലുള്ള നദികൾ, അതായത് ഇന്ത്യയില് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ? നർമ്മദയാണോ? അല്ല, അത് സിന്ധു ആണ്. എന്നാണ്? സിന്ധു ആണ് ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത്. ഏതാണ്? സിന്ധു ആണ്. ഇനി മറ്റൊരു ചോദ്യം കൂടെ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ? നർമ്മദയാണ്. കാരണം നമുക്കറിയാം സിന്ധു നേരെ പോയി പാകിസ്ഥാനിൽ കയറിയിട്ട് അവിടെ നിന്നുമാണ് അറബിക്കടലിൽ ചേരുന്നത് അല്ലെ? അതുകൊണ്ട് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ? അത് നർമ്മദ തന്നെയാണ്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞേ? ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? ഏതാ? നർമ്മദയാണ്. അപ്പൊ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതായിരിക്കും? അത് താപ്തി. അതായത് ഉപദ്വീപീയൻ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി അത് താപ്തി നദിയാണ്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദിയാണിത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് നമ്മുടെ നർമ്മദ നദി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, PSC വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? നദികളുടെ പോഷക നദികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളോ അല്ലെങ്കിൽ അല്ലാതെയുള്ള സിമ്പിൾ MCQ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുക എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഷെയർ, താവ, ഹിരൺ, ബർണ, ബൻജാർ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. എന്തൊക്കെയാണ്? ഷെയർ, താവ, ഹിരൺ, ബർണ, അതുപോലെ തന്നെ ബൻജാർ എന്ന് പറയുന്നതൊക്കെ എന്താണ്? നർമ്മദയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. അടുത്തത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി അല്ലെ, നമ്മുടെ ഏകതാ പ്രതിമ സർദാർ പട്ടേലിന്റെ ഏകതാ പ്രതിമ എവിടെയുള്ളത്? നർമ്മദാ നദിയുടെ അരികിലാണ്. ഓക്കെ, അടുത്തതായിട്ട് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നുള്ളൊരു പ്രക്ഷോഭം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ പരിസ്ഥിതി പ്രക്ഷോഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്നൊരു കാര്യമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രക്ഷോഭത്തെക്കുറിച്ച് അല്ലേ. ആ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മേധാ പട്കർ ആണ് നേതൃത്വം നൽകിയിട്ടുള്ളത്. അപ്പൊ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. ആ നർമ്മദയിൽ ഇനിയും ഡാമുകളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു നർമ്മദ ഓൾറെഡി ഒരുപാട് ഡാമുകളുണ്ട്, ആ നർമ്മദ നദിയുടെ ആരോഗ്യം കുറയുകയും ചെയ്യും. അപ്പൊ അതിലുള്ള പ്രകൃതി വൈവിധ്യങ്ങളും അതുപോലെ തന്നെ ജീവജാലങ്ങൾക്കും ഒക്കെ വളരെ ആപത്തായിട്ട് വരും അല്ലെ. ഇത്തരത്തിൽ ഡാമുകൾ നിർമ്മിക്കുമ്പോൾ നർമ്മദാ നദിയിൽ ഉണ്ടാവുന്ന ഒരു ജൈവ വൈവിധ്യത്തിനും അതുപോലെ അതിലുള്ള ജീവജാലങ്ങൾക്കും ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു അപകടവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ്. നർമ്മദാ നദിയുടെ തീരത്ത് താമസിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഒരുപാട് ആദിവാസികളും മറ്റുള്ള ഒരുപാട് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളും ഒക്കെ ഈ ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയുണ്ടായി. 1989 നടന്നിട്ടുള്ള പ്രക്ഷോഭമാണ്. ഓക്കെ, അപ്പൊ ആരാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്? മേധാ പട്കർ ആണ്. ഓക്കെ അല്ലേ? അടുത്ത നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? ഇന്ദ്രാവതി, ശബരി എന്നിവ ഏത് നദിയുടെ പോഷക നദിയാണ്? എന്താണ് നമ്മുടെ ഓപ്ഷനുകൾ? ഗോദാവരി, സിന്ധു, കാവേരി, മഹാനദി. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഇന്ദ്രാവതി, ശബരി എന്നിവ ഏത് നദിയുടെ പോഷക നദിയാണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. പോഷക നദി തന്നിട്ട് ഏത് നദിയുടേതാണ് എന്ന് ചോദിക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? ആൻസർ A ആണ്, ഗോദാവരി നദിയാണ്. നമുക്ക് ഗോദാവരി നദിയെക്കുറിച്ച് കൂടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഉത്ഭവം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലുള്ള പശ്ചിമഘട്ട ഭാഗത്തുള്ള ത്രയംബക് കുന്നുകളിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. എന്താണ്? ത്രയംബക് കുന്നുകളിൽ നിന്നുമാണ് ആരുത്ഭവിക്കുന്നത്? നമ്മുടെ ഗോദാവരി ഉത്ഭവിക്കുന്നത്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? അത് ഗംഗ. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഗംഗയാണ്. ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് എന്താണ്? അത് ഗോദാവരിയാണ്. ഓക്കെ, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ? അത് ഗോദാവരിയാണ്. കാരണം എന്താ? നമുക്കറിയാം ഗംഗ ഒഴുകി ബംഗ്ലാദേശിൽ പോയിട്ട് പിന്നെ അവിടുന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയാണ്. പക്ഷെ ഗോദാവരി അങ്ങനെയാണോ? അല്ല, പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ തന്നെയാണ് ഒഴുകി പോകുന്നത്. അപ്പൊ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഗോദാവരി നദിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഗോദാവരിയാണ്. നമുക്ക് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാവുന്നേ ഉള്ളൂ അല്ലെ. പിന്നെന്താണ്? വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നു. ഇത് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയുടെ ഉള്ള ആ ഒരു പെനിൻസുലാർ ഭാഗം എന്ന് പറയുന്നത്, അതായത് പീഠഭൂമിയുടെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയൻ മലനിരകളെക്കാട്ടിലും പ്രായം കൂടുതലാണ് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഈ പീഠഭൂമിയിലുള്ള നദികളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മുടെ ഹിമാലയത്തിലുള്ള നദികൾ ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെ കണക്ട് ചെയ്ത് ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്താണ്? വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ഗോദാവരിയാണ്. ഇനി പോഷക നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ഈ ഒരു ഗോദാവരി നദിയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോഷക നദികളും ഒക്കെ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്രയിലൂടെ ഒഴുകുന്നുണ്ട്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ഒരു നദീ വ്യവസ്ഥ ഒഴുകി പോകുന്നത്. നോക്കിയേ, ഈ ഒരു ഗോദാവരി നദിയെ നമുക്കൊന്ന് കാണാം അല്ലെ. എങ്ങനെയാണ്? ഇതാ ഇങ്ങനെ കിഴക്കോട്ടാണ് ഒഴുകി പോകുന്നത്. പടിഞ്ഞാറോട്ടാണ് ഒഴുകി പോയിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ നർമ്മദയെ പറ്റി പറഞ്ഞ ഫാക്ട് തെറ്റിപ്പോകും അല്ലെ. ഇതെങ്ങോട്ടാ? കിഴക്കോട്ടാണ് ഒഴുകി പോകുന്നത്. നർമ്മദ എന്ന് പറയുന്നത് പടിഞ്ഞാറോട്ട് ഈ ഭാഗത്തേക്ക് ആണ് ഒഴുകി പോകുന്നത് അല്ലെ. അപ്പോൾ നർമ്മദ എന്ന് പറയുന്നത് എങ്ങനെയാ?
ഈ ഭാഗത്തേക്ക് ഇങ്ങനെയാണ് ഒഴുകി പോകുന്നത്. ഗോദാവരി എന്ന് പറയുന്നത് ഇങ്ങനെ കിഴക്കോട്ടാണ് ഒഴുകി പോകുന്നത്. അപ്പൊ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. കണ്ടാൽ തന്നെ അറിയാം ഇത്രയും നീളം ഒഴുകി പോകുന്നുണ്ട് അല്ലെ. ഇനി ഈ നർമ്മദ നദി എങ്ങനെയാണ്? നമ്മുടെ ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന നദിയാണ് നമ്മുടെ നർമ്മദ നദി എന്ന് പറയുന്നത്. ഓക്കെ, വേർതിരിക്കുന്ന മലനിരകൾ ഏതാന്ന് ചോദിച്ചാൽ അത് വിന്ധ്യ നിരകളാണ്. വേർതിരിക്കുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് നർമ്മദ നദിയാണ്. അപ്പൊ ഇത് തെക്കേ ഇന്ത്യ ആയില്ലേ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത് ഗോദാവരി. ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ ജോഗ്രഫി പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള വർക്കാണ്. എന്താണ് നമ്മുടെ ചോദ്യം? ഗോദാവരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. തന്നിരിക്കുന്ന പ്രസ്താവന എന്തൊക്കെയാണ്? ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ നീളത്തിൽ 2ാം സ്ഥാനത്തുള്ള നദി. എന്താണ്? പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ നീളത്തിൽ 2ാം സ്ഥാനത്തുള്ള നദി. ഇത് ശരിയാണോ? അപ്പൊ എന്താണ് നമ്മുടെ ഓപ്ഷനുകൾ? 1 മാത്രം, 2 മാത്രം, ഇവയെല്ലാം ഇതൊന്നുമല്ല. ഇങ്ങനെ 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് എന്താണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ പറഞ്ഞിട്ടുള്ള 2 ഫാക്റ്റുകളും നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞു. അത് മാത്രമല്ല, ഈ ഒരു 2ാമത്തെ ഫാക്റ്റ് ഒക്കെ എന്ന് പറയുന്നത് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്ന കാര്യം തന്നെയാണ് അല്ലേ. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ചോദ്യം ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിന് ഉത്തരം കണ്ടുപിടിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പഠിച്ചപ്പോൾ ഇതിന്റെ ഉത്തരം അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇന്നിപ്പോൾ നമ്മൾ ഉപദ്വീപിയൻ നദികളിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നദികൾ നർമ്മദ, ഗോദാവരി എന്നിവയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം ഫാക്റ്റുകളുമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, നദികൾ അല്ലെങ്കിൽ നദീ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന ഒരു ഭാഗമാണ്. അത്തരത്തിലുള്ള ആ ഒരു ഭാഗത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ഈ ചോദ്യങ്ങൾ കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ ചോദ്യം നമ്മൾ ആൻസർ ചെയ്ത് പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് മറ്റൊന്നിനോട് യോജിച്ച് വെച്ച് കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഒന്ന് പങ്കുവെക്കുക. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെയുള്ള PSC പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഈ ചാനലിലുണ്ട്. അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.